സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് ഉള്ളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് നമുക്കോ മറ്റാർക്കോ യാതൊരു ഉപകാരവുമില്ല. സ്നേഹിക്കുന്ന നമുക്കോ സ്നേഹം ആരോടാണോ അവർക്കോ ആർക്കും തന്നെ ഒരു ഉപകാരവുമില്ല. അത് ഫീൽ ചെയ്യാൻ കഴിയില്ല. ഏതൊരു വ്യക്തിയോടും നമുക്ക് തോന്നുന്ന സ്നേഹം മനസ്സറിഞ്ഞ് നാം പ്രകടിപ്പിക്കുമ്പോഴാണ്, അത് പുറത്ത് കാണിക്കുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ യഥാർത്ഥ വാല്യൂ ലഭിക്കുന്നത്. അങ്ങനെ സ്നേഹം മനസ്സിലൊതുക്കി വെക്കാതെ ജീവിതത്തിൽ അത് പ്രകടിപ്പിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് നമുക്ക് നല്ല ഒരു വ്യക്തിത്വമായി മാറാൻ കഴിയും. ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി, നല്ല ഒരു വ്യക്തിയായി മാറുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വീഡിയോകളിലായി നാം സംസാരിച്ച വിഷയങ്ങൾ: ഒന്ന്, ആദ്യമായി നാം ഒരു നല്ല വ്യക്തിയാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് പെരുമാറേണ്ടതും നമ്മളാണ് എന്ന്. രണ്ടാമതായി, മടി കൂടാതെ, മടിയില്ലാത്ത ആക്റ്റീവായിട്ടുള്ള ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള വർക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായി നാം മാറുക എന്നത്. മൂന്നാമതായി, അസൂയയും കുശുമ്പും കുന്നായ്മയും ഒന്നുമില്ലാതെ എല്ലാവരോടും സഹാനുഭൂതിയോടെ പെരുമാറുന്ന ഒരു വ്യക്തിത്വമായി മാറുക എന്നത്. നാലാമതായി, ആരെയും ഒറ്റനോട്ടത്തിൽ വിലയിരുത്താതെ അവരുടെ രൂപമോ അവരുടെ ഭാവമോ അവരുടെ വസ്ത്രമോ അവരുടെ സ്വഭാവമോ ഒന്നും നോക്കിക്കൊണ്ട് ഈ വ്യക്തി ഇങ്ങനെയായിരിക്കുമെന്ന് ഒറ്റ നോട്ടത്തിൽ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നത്. അഞ്ചാമതായി, നമ്മൾ മാത്രമാണ് ശരി, നമ്മൾ പറയുന്നതാണ് ശരി എന്ന് വാശി പിടിക്കാതെ മറ്റുള്ളവരുടെ ശരികളെ കൂടി മറ്റുള്ളവരുടെ അഭിപ്രായത്തെ കൂടി മാനിക്കാൻ പഠിക്കുക എന്നത്. ആറാമത്തെ വിഷയമായി നാം പറയുന്നത് സ്നേഹം മനസ്സിലൊതുക്കാതെ, സ്നേഹം മാന്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് നമുക്ക് നല്ല ഒരു വ്യക്തിത്വമായി മാറാൻ കഴിയുമെന്ന്. നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, മാതാവാകട്ടെ, പിതാവാകട്ടെ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, നാം ഇടപഴകുന്ന മനുഷ്യരാകട്ടെ, ഇവരോടൊക്കെ നമുക്ക് സ്നേഹമുണ്ട്, ആദരവുണ്ട്, ഇവരോടൊക്കെ നമുക്ക് എമ്പതിയുണ്ട്, ഇവരോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട്. നമ്മുടെ ഇഷ്ടത്തെ, നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ ആദരവിനെ നാം പ്രകടിപ്പിക്കണം. ഇന്ന് മനുഷ്യർക്കിടയിൽ നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം സ്നേഹമില്ലായ്മയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സങ്കടങ്ങളുടെ, ദുഃഖങ്ങളുടെ, വേർവേലികളുടെ ഒന്നും കാരണം യഥാർത്ഥത്തിൽ സ്നേഹം ഇല്ല എന്നതല്ല, സ്നേഹം മാന്യമായി പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതാണ്. പലപ്പോഴും കൗൺസിലിങ്ങിനും മറ്റുമായി സമീപിക്കുന്ന ദമ്പതികൾ അല്ല എങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾ ഒക്കെ തമ്മിൽ അവർക്ക് സ്നേഹമാണ്, അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ അവർക്ക് അത് ചെയ്യാറില്ലേ, ഇത് ചെയ്യാറില്ലേ, എനിക്കെൻ്റെ കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്കെൻ്റെ ഭാര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്കെൻ്റെ ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്കെൻ്റെ മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, എൻ്റെ ജീവിതം പോലും എന്ന് പറയുന്ന ആളുകൾ പോലും, ആളുകളെ കുറിച്ച് പോലും എതിർവശത്തുള്ള ആളുകൾക്ക് അദ്ദേഹം ഒരു മുരടനാണ്, അദ്ദേഹത്തിന് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല, എനിക്കെന്തു വേണമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല പ്രശ്നം, അത് ഉള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്തതാണ് പ്രശ്നമെന്നതാണ്. സ്നേഹമെന്നത് മനുഷ്യന്റെ മുന്നോട്ടു പോക്കിന് അനിവാര്യമായ ഒന്നാണ്, മനുഷ്യന്റെ സർവൈവലിന് അത്യാവശ്യമായ ഒന്നാണ്. നമുക്കറിയാം, നാം ഒറ്റപ്പെട്ടു പോകുന്ന സമയത്താണ്, നമുക്കാരുമില്ലല്ലോ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, തന്നെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് തലോടാൻ ആരുമില്ലല്ലോ എന്ന അവസരങ്ങളിലാണ് പലപ്പോഴും പല ആളുകളും ജീവിതം തന്നെ അവസാനിക്കാൻ പോകുന്നു. നാം നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള ഒരു ഊർജമാണ് അതിലൂടെ നൽകുന്നത്. നമുക്കറിയാം, നാം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് തല ചായച്ചുകൊണ്ട് ഒന്ന് പൊട്ടിക്കരയാൻ ഒരാളുണ്ടായിരുന്നു എങ്കിൽ എന്ന് മനുഷ്യരെല്ലാം ആലോചിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവരെ സ്നേഹത്തോടെ ഒന്ന് തലോടാനും അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാനും കേട്ടതിനനുസരിച്ച് സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞൊന്ന് ചേർത്തു പിടിക്കാനും ആരെങ്കിലും ഉണ്ടാകുക എന്നത് മനുഷ്യന് അനിവാര്യമായ ഒന്നാണ്. അത് മനുഷ്യനെ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്കുള്ള സ്നേഹത്തെ
നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെക്കാതെ മസിൽ പിടിച്ചുകൊണ്ടും ചില ഈഗോയുടെ കാരണം കൊണ്ട് നാം അത് പ്രകടിപ്പിക്കാതെ പലപ്പോഴും വീടിന്റെ അകത്തളങ്ങളിൽ കൃത്യമായ സ്നേഹപ്രകടനങ്ങളില്ലാതെ പോകുന്നതിനു കാരണം ഈഗോകളാണ്. ഞാൻ ആ സ്നേഹം പ്രകടിപ്പിച്ചാൽ ഞാൻ ചെറുതായി പോകുമോ എന്ന്, ഞാൻ ഈ സ്നേഹം പ്രകടിപ്പിച്ചാൽ ഞാൻ ഒന്നുമല്ലാതെ എൻ്റെ ആണത്വം നഷ്ടപ്പെടുമോ എന്ന് പോലും ഭയപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാണ്. നാം സ്നേഹിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. എല്ലാവരും എന്നെ സ്നേഹത്തോടെ എന്നോട് പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ആ സ്നേഹം ലഭിക്കണമെങ്കിൽ നാം അത് മറ്റാർക്കെങ്കിലും കൊടുക്കണം. കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാണ് സ്നേഹമെന്ന മനുഷ്യന്റെ വികാരം. ഈ സ്നേഹമില്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്നേഹം ലഭിക്കാതെ പോകുമ്പോഴാണ് മനുഷ്യനെല്ലാം അവസാനിപ്പിച്ചേക്കാം എന്ന് തോന്നുന്നത്. തന്നെ സ്നേഹിക്കാൻ, തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, തന്നെ ഒന്ന് മാറോട് ചേർത്തു പിടിക്കാൻ, തന്നെ ഒന്ന് സാരമില്ല എല്ലാം ശരിയാകുമെന്ന് പറയാൻ ഒരാളുണ്ടാകുക എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്, ഏതൊരു മനുഷ്യന്റെയും അത്യാവശ്യമായ ഒന്നാണ്. അതുകൊണ്ട് ആളുകൾക്കിടയിൽ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുകയും ആ സ്നേഹത്തെ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് ചേർത്തു പിടിച്ചതിനെ പ്രകടിപ്പിക്കാനും കഴിഞ്ഞാൽ ആ കുടുംബ ബന്ധം വളരെ മനോഹരമാകും. ആ സൗഹൃദങ്ങൾ മനോഹരമായിരിക്കും. അതുകൊണ്ട് സ്നേഹത്തെ ഒരിക്കലും ഉള്ളിലൊതുക്കി പിടിക്കാതെ, ഏതെങ്കിലും ഒരു ഈഗോയുടെ പേരിൽ നാം സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിലൊതുക്കി വെച്ചത് കൊണ്ട് അതുകൊണ്ട് ഒരാൾക്കും ഒരു ഉപയോഗവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിന്നോടെനിക്ക് സ്നേഹമുണ്ട് എന്ന് നാം ആ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ അറിയുന്നത് എന്നോട് ഇദ്ദേഹത്തിന് സ്നേഹമുണ്ട് എന്ന്. അങ്ങനെ ആ സ്നേഹത്തെ പ്രകടിപ്പിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ അവരർഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം അവരിൽ പങ്കുവെച്ച് നൽകുകയും നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെച്ച സ്നേഹത്തിന്റെ ആ വൈകാരികതയെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയും. അതുകൊണ്ടൊരിക്കലും സ്നേഹം നാം ഉള്ളിൽ ഒതുക്കി വെക്കരുത്. സ്നേഹമെന്ന വികാരം പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കുന്നതിനു മാത്രമേ സ്നേഹമെന്ന് പറയുകയുള്ളൂ. അങ്ങനെ പ്രകടിപ്പിച്ച് മറ്റുള്ളവർക്ക് ആ സ്നേഹത്തെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ, ആ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ, ആ സ്നേഹമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് ഒരു സ്നേഹമുള്ള വ്യക്തിയായി, ഒരു നല്ല വ്യക്തിത്വമായി മാറാൻ നമുക്ക് കഴിയണം. നമ്മുടെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകണം. അവർക്ക് അനുഭവിക്കണം. അവരനുഭവിച്ചാൽ മാത്രം അവർ മനസ്സിലാക്കുന്ന ഒരു വികാരമാണ് സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹമുണ്ട് എന്ന് ബോധ്യമാകുന്ന രീതിയിൽ സ്നേഹത്തെ പരസ്പരം കൈമാറിക്കൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ, നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ, നമ്മുടെ ഭാര്യമാരുമായിട്ടുള്ള ശക്തിപ്പെടുത്താൻ, നമ്മുടെ ഭർത്താക്കന്മാരുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് സ്നേഹത്തെ നാം മനസ്സിലൊതുക്കി വെക്കാതെ, എല്ലാറ്റിനോടും എനിക്ക് സ്നേഹമുണ്ട് എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ അതിനെ ഒതുക്കി വെക്കാതെ, അത് ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് എതിരെ നിൽക്കുന്ന ആൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ ഒരു നല്ല വ്യക്തിത്വമായി മാറുകയുള്ളൂ. മറ്റുള്ളവർക്ക് കൂടി ആസ്വദിക്കാൻ പാകത്തിൽ അതിനെ നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ, അതിനെ നമുക്ക് വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കട്ടെ. അതിലൂടെ നമുക്കൊരു നല്ല വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പേഴ്സണൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു പോസിറ്റീവായ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.